الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ വിവിധ ദശാസന്ധികൾ തരണം ചെയ്യേണ്ടവരാണ് നാം ഓരോരുത്തരും. അഥവാ നമ്മുടെ ബാല്യകാലവും അതിനുശേഷം കൗമാരവും യൗവനവും പിന്നീട് വാർദ്ധക്യവുമൊക്കെ അള്ളാഹു ആയുസ് നൽകിയാൽ നമുക്ക് ഓരോരുത്തർക്കും കടന്നു പോകേണ്ട ഓരോ ഘട്ടങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ അതിൽ പ്രത്യേകം പരാമർശിച്ച ഒരു വിഭാഗമാണ് യുവത്വ കാലഘട്ടത്തിന് ശേഷമുള്ള ദുർബലതയുടെ കാലം. മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബ. ആരോഗ്യവും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനുള്ള കഴിവും തന്റേടവുമുള്ള പ്രായത്തിന് ശേഷം ദുർബലതയും അതേപോലെ തന്നെ ജരാനരകളും ബാധിച്ച അവശതയുടെ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചാണ് ഖുർആൻ അവിടെ ഉണർത്തിയത്. അവശത എന്നത് കേവലം വാർദ്ധക്യത്തിൽ മാത്രമല്ല, പല വിധത്തിൽ പല രൂപത്തിലുണ്ടാകുമെങ്കിലും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ശാരീരികമായ അവശതകളും അതിനു പുറമെ കേൾവിയുടെ തകരാറ്, കാഴ്ചയുടെ പരിമിതി, ഓർമ്മക്കുറവ്
ഇങ്ങനെ പലതും നമുക്കുണ്ടായിരുന്ന ശേഷികൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ആ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അവശത അനുഭവിക്കുന്ന ദുർബലതയുടെ ആളുകളെ അവഗണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അവരെ കണ്ടറിയുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് മതപരമായ ബാധ്യത നിർവഹിച്ച ഒരു വിശ്വാസിയായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായും അവശതയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന, വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളും രക്തബന്ധുക്കളും ഉണ്ടെങ്കിൽ അവരോടുള്ള കടപ്പാടുകളും ബാധ്യതയും ഏറെയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലെ 23-24 ആയത്തുകളിലൂടെ വളരെ വിശദമായി ആ കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. പടച്ചറബിനോടുള്ള കടപ്പാട് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും വലിയ കടപ്പാടുള്ളതാണ് നമ്മുടെ മാതാപിതാക്കൾ. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. പടച്ചറബിനെ അല്ലാതെ നിങ്ങൾ മറ്റാരെയും ആരാധിക്കരുത്, വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നത് അല്ലാഹു തീർച്ചയായി നിങ്ങളോട് കൽപ്പിച്ച കാര്യമാണ്. അതിനോട് ചേർത്തല്ല പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. എന്നിട്ട് വാർദ്ധക്യത്തിന്റെ അവശത അനുഭവിക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം അല്ലാഹു എടുത്തു പറഞ്ഞു എന്നതാണ് ശ്രദ്ധേയമായൊരു കാര്യം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, വാപ്പയും ഉമ്മയും അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ മാത്രം വാർദ്ധക്യത്തിന്റെ അവശതകളിൽ നിങ്ങളെ കണ്ടുമുട്ടേണ്ടി വന്നാൽ, നിങ്ങളുടെ പരിചരണം ആവശ്യമായ ഘട്ടത്തിൽ അവര് നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു സംസാരം മക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളിൽ നിന്നുണ്ടായിക്കൂടാ. സ്വാഭാവികമാണ്, വാർദ്ധക്യമാകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതും ഓർമ്മയില്ലാതെ വരും, പലതും കേൾക്കാത്തതുപോലെയായിരിക്കും അവർക്ക്. അവർ ചെറിയ കുട്ടികളെ പോലെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു മടുപ്പോ നീരസമോ പ്രകടിപ്പിക്കുന്ന വാക്കുകൾ പോലും ഉച്ചരിക്കാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. വലാ തൻഹറുഹുമാ, നിങ്ങൾ അവരെ അകറ്റരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ സാധിക്കണം. തീർന്നില്ല, എന്നിട്ട് വീണ്ടും അല്ലാഹു പറഞ്ഞു വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ വിനയത്താലുള്ള ചിറകുകൾ നിങ്ങൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, പടച്ച റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം മാതാപിതാക്കൾക്ക് വേണ്ടി. ചെറുപ്പത്തിൽ ഞങ്ങളെ അവർ രണ്ടുപേരും സംരക്ഷിച്ചതുപോലെ, പോറ്റി വളർത്തിയതുപോലെ പടച്ച റബ്ബേ നീ എന്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കണമേ എന്ന് ഓരോ സന്താനവും പ്രാർത്ഥിക്കണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അപ്പോ മാതാപിതാക്കൾ അവശത അനുഭവിക്കുന്ന വാർദ്ധക്യത്തിന്റെ പ്രായത്തിലുള്ള ആളുകളാണെങ്കിൽ അവരോട് പ്രത്യേകം നമുക്ക് കനിവും കരുതലും ഉണ്ടാകണമെന്നാണ് ഖുർആൻ അവിടെ ഉണർത്തിയത്. മാതാപിതാക്കൾ എന്ന് മാത്രമല്ല, മറ്റുള്ളവരോടും അവശത അനുഭവിക്കുന്ന ആരോടും, അത് വാർദ്ധക്യത്തിലുള്ള ആളുകൾ മാത്രമായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ രോഗികളായ ആളുകൾ ഉണ്ടാകും, അതേപോലെ പിതാവില്ലാത്ത മരിച്ചുപോയ അനാഥകളുണ്ടാകും, യത്തീമുകൾ ഉണ്ടാകും. അപ്രകാരം തന്നെ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട ഫക്കീറും മിസ്കീനും ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കാത്ത ആളുകൾ, വിധവകൾ ഉണ്ടാകും. ഇങ്ങനെ അവശത അനുഭവിക്കുന്ന, ദുർബലത അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇടതും വലതുമൊക്കെ ആയിട്ടുണ്ടാകും. അവരെ ഒന്ന് പരിഗണിക്കുവാനും അവരോടുള്ള നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുവാനും സാധിച്ചാൽ പടച്ചറബിന്റെ പക്കൽ നിന്നുള്ള ഖൈറുകളും ബറക്കത്തുകളും പെയ്തിറങ്ങാൻ അത് സഹായകമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ദുനിയാവിൽ മാത്രമല്ല, നാളെ പരലോകത്തും അള്ളാഹു അതിന്റെ പേരിൽ നമ്മെ ആദരിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും, സ്വഹീഹുൽ ബുഖാരിയിൽ സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസിലാണ് നമുക്കിത് വായിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അള്ളാഹു സഹായം നൽകുന്നതും നിങ്ങൾ ഉപജീവനം തേടിപ്പോകുമ്പോൾ റിസ്ക് കിട്ടുന്നതുമൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ദുർബലത അനുഭവിക്കുന്ന, അവശത അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യേകം പഠിപ്പിക്കുകയാണ്.
മറ്റൊരു റിവായത്തിൽ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അവശത അനുഭവിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? ഇന്നമാ തുൻസറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സഹായം നൽകപ്പെട്ടുകൊണ്ടിരിക്കും. ബിളഈഫിഹാ, ആ ഉമ്മത്തിലെ ദുർബലരായ ആളുകൾ കാരണമായി. എന്താണ് അവർക്കുള്ള പ്രത്യേകത? ബിദഅവതിഹിം, അവർ നിഷ്കളങ്കമായി പടച്ചറബിനോട് ദുആ ചെയ്യുന്നവരാണ്. വസ്വലാത്തിഹിം, അവർ ആത്മാർത്ഥമായി കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. വഇഖ്ലാസിഹിം, അവർക്ക് ചെയ്യുന്ന വിഷയങ്ങളിൽ കാപഢ്യങ്ങളോ നാട്യങ്ങളോ ഭാവങ്ങളോ ഇല്ല. നിഷ്കളങ്കമായി സംശുദ്ധമായി പടച്ചറബുമായി അടുത്തിടപഴകുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പല വീഴ്ചകളും അള്ളാഹു പരിഗണിക്കാതെ അത് മാറ്റി നിർത്തി ഈ ഉമ്മത്തിലേക്ക് സഹായങ്ങൾ പെയ്തിറങ്ങാൻ പടച്ചറബിന്റെ നിഅമത്തുകളും റഹ്മത്തുകളും ബറകാത്തുകളും ഇറങ്ങുവാൻ അത് സഹായകമാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു അത്രേ, ഇബ്ഗൂനി ദുഅഫാഅക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ അവശത അനുഭവിക്കുന്ന ദുർബലരായ ആളുകളുണ്ടെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവരൂ, അല്ലെങ്കിൽ അവരെ ഒന്ന് എനിക്ക് കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അവരോടൊപ്പം സമയം വിനിയോഗിക്കുവാനൊക്കെ കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ അവശതകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ, അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ മാതാപിതാക്കളുടെ വിഷയത്തിൽ മക്കൾ പോലും തയ്യാറല്ലാത്ത ഈ കാലഘട്ടത്തിൽ വാർദ്ധക്യം എന്നത് ഒരു ശാപമായി ഭാരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാം അതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് വാർദ്ധക്യത്തിന്റെ അവശതകൾ പേറുന്ന ആളുകൾ നമ്മുടെ മുമ്പ് ഒരു 10-50 വർഷം ഇവിടെ ജീവിച്ച ആളുകളാണ് എങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്കായിരിക്കും ആ അവസ്ഥ എന്നുള്ള കാര്യം നമ്മളിൽ പല ആളുകളും മറന്നു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം, അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ദീനിയായ കാഴ്ചപ്പാട് നമുക്ക് പകർന്നെടുക്കുവാൻ സാധിക്കും. ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജറ പോയ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് തിരിച്ചു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടിയപ്പോൾ പ്രവാചക തിരുമേനി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അലാ തുഹദ്ദിസൂനി ബിഅആജീബ മാ റഅയ്തും ബിഅർദിൽ ഹബശ, ഹബശയിൽ നിങ്ങൾ ഹിജറ പോയ നാട്ടിൽ കണ്ട അത്ഭുതകരമായ എന്തെങ്കിലും വാർത്തകളുണ്ടോ നമ്മളോട് പറയാൻ? ആ യാത്രാ വിവരണങ്ങളും അനുഭവങ്ങളും ഒന്ന് ഷെയർ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞൊരു സംഭവമുണ്ട്. ബൈനമാ നഹ്നു ജുലൂസുൻ, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ പ്രദേശത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇദ് മർറത് അജൂസുൻ മിൻ അജായിസി റഹാബീനിഹിം, അവരുടെ കൂട്ടത്തിലെ വൃദ്ധയായ ഒരു സ്ത്രീ അവരങ്ങനെ നടന്നു പോകുന്നു. അവരുടെ തലയിൽ വെള്ളം എടുത്തിട്ടുള്ള ഒരു പാത്രമുണ്ട്, ഒരു കുടം പോലെയുള്ള ഒരു പാത്രമുണ്ട്. ഫഖാമ ഇലൈഹാ ഫതൻ മിൻ ഫിതയാനിഹിം, അവരങ്ങനെ ആ അവശതകൾ വകവെക്കാതെ കുടിക്കുവാനുള്ള വെള്ളമെടുത്ത് തലയിൽ ആ പാത്രത്തിലാക്കി നടന്നു പോകുമ്പോൾ അവരുടെ പിന്നാലെ ചെന്ന് അവരുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാരനായ ഒരു വ്യക്തി അയാൾ എന്ത് ചെയ്തു? സുമ്മ ദഫഅഹാ ഫഖറത്, പിന്നിലൂടെ ചെന്ന് അവരുടെ പിരടിക്ക് പിടിച്ച് ഒരു തള്ള്. അപ്പോൾ ആ സ്ത്രീ അങ്ങനെ മുഖം കുത്തി മുട്ടുകുത്തി നിലത്തേക്ക് വീണു. അവരുടെ കയ്യിലുണ്ടായിരുന്ന, അവരുടെ തലയിലുണ്ടായിരുന്ന ആ പാത്രം ഉടഞ്ഞുപോയി. മുട്ടുകുത്തി വീണ തലയിലെ വെള്ളപ്പാത്രം നിലത്ത് വീണു ഉടഞ്ഞുപോയ ആ അവസ്ഥയിൽ അവരൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവർ എവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഫഖാലത് സൗഫ തഅലമു യാ ഗദർ, ഏ പെരും വഞ്ചക, നീ തീർച്ചയായും ഇതിന്റെ പ്രതികാരം അറിയുക തന്നെ ചെയ്യും. പടച്ചറബിന്റെ കോടതിയിൽ സർവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, കൈകാലുകൾ സംസാരിക്കുന്ന ആ ദിവസം, ഫസൗഫ തഅലമു കൈഫ യകൂനു അംരി വഅംറുക ഇൻദഹു ഗദാ, ആ നീതിമാനായ പടച്ചറബിന്റെ കോടതിയിൽ എന്റെയും നിന്റെയും കാര്യം എന്തായിരിക്കും, തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് തീർച്ചയായും നീ അറിയുക തന്നെ ചെയ്യും. ആ വിവരണങ്ങൾ കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്ത് സദഖത്ത്, ആ പെണ്ണ് പറഞ്ഞത്, ആ സ്ത്രീ പറഞ്ഞത് സത്യമാണ്. കൈഫ യുഖദ്ദിസുല്ലാഹു ഉമ്മതൻ ലാ യുഖദു ലിളഈഫിഹിം മിൻ ശദീദിഹിം,
എങ്ങനെയാണ് പടച്ചറബ് വിശുദ്ധരാക്കുക, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹം നൽകുക ഒരു സമുദായത്തിന്? ലാ യുഖദു ലിളൈഫിഹിം, അവരുടെ കൂട്ടത്തിലെ അവശത അനുഭവിക്കുന്ന ദുർബലരായ ആളുകൾക്ക് വേണ്ടി അവർ ഇടപെടുന്നില്ല. മിൻ ഷദീദിഹിം, അവരിലെ കയ്യൂക്കുള്ള കാര്യക്കാരായ ആളുകളുടെ ഇടയിൽ ന്യായമായ അവകാശങ്ങളും കിട്ടേണ്ടുന്ന ആവശ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെടാതെ ചവിട്ടി മെതിച്ച് അതങ്ങനെ കടന്നു പോകുമ്പോൾ തന്റെ ഇടമുള്ള ആരോഗ്യമുള്ള ഇടപെട്ട് സംസാരിക്കുവാനും ചെയ്തു കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്ന ആളുകൾ മൗനികളായി മാറുകയാണെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് അവരെ സഹായിക്കുക? അള്ളാഹു എങ്ങനെയാണ് അവരെ വിശുദ്ധരാക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിച്ചത്. ആ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ വാക്കുകളെ സത്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. എങ്കിൽ സഹോദരങ്ങളെ, സ്വന്തം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരുടെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും? വൽഇയാദു ബില്ലാഹ്, പടച്ചറബ് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളാണ് എങ്കിലും വാർദ്ധക്യത്തിന്റെ അവശതകളിൽ അവർക്ക് പലതിനെ സംബന്ധിച്ചും പല വിയോജിപ്പുകളും അതേപോലെ ഇടപെടലുകളും ഉണ്ടാകുമ്പോൾ ചോദിച്ചത് തന്നെ വീണ്ടും ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മാനുഷികമായ ദേഷ്യവും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ അവരോട് മോശമായി പെരുമാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ്, മരിച്ചു പോകുന്നതിന് മുമ്പ് അവരെ കണ്ടൊന്ന് ചേർത്ത് പിടിക്കാൻ, അവരെ നമ്മുടെ മാറോട് ചേർത്ത് പിടിച്ച് ആ ഉമ്മയോട് വാപ്പയോട് ഒന്ന് പൊരുത്തപ്പെടിവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ എങ്ങനെയാണ് പടച്ചറബ് നമ്മെ സഹായിക്കുക, സംരക്ഷിക്കുക എന്നുള്ള കാര്യം നാം അടക്കമുള്ള ഓരോരുത്തരും ആലോചിക്കേണ്ട സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ വിഷയം മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു ബന്ധവുമില്ലാത്ത ആളുകൾ തമ്മിലാണ് എങ്കിൽ ഏറ്റവും അടുത്ത ബന്ധമുള്ള മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുന്ന, അവരെ ശാരീരികമായി തന്നെ വേദനിപ്പിക്കുന്ന, മാനസികമായി അവരെ ശല്യം ചെയ്യുന്ന എത്രയോ കുട്ടികൾ, എത്രയോ മക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. അവർ പ്രത്യേകം ചിന്തിക്കുകയും ഉത്തരം കണ്ടെത്തി വെക്കുകയും ചെയ്യേണ്ട സംഗതിയാണ്. നമുക്കും വരാനുണ്ട് ദൗർബല്യവും വാർദ്ധക്യവും രോഗാവസ്ഥയും ഒക്കെ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സാധാരണ പറയാറുണ്ടല്ലോ, പഴുത്തില വീഴുമ്പോൾ പച്ചയില അത് കണ്ടുകൊണ്ട് ചിരിക്കേണ്ടതില്ല, സന്തോഷിക്കേണ്ടതില്ല. ആ പഴുത്ത ഇലയെ പോലെ ഞാനും ഇനി എന്റെ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ട് ഞാനും ആ അവശതയും വാർദ്ധക്യവും ദുർബലതയും രോഗാവസ്ഥയും ഒക്കെ കടന്നു വരുമ്പോൾ ഇതേപോലെയായിരിക്കും എന്നെയും ആളുകൾ ഇട്ട് തട്ടുക. ഇന്ന് ഞാൻ എന്റെ മാതാപിതാക്കളെ അവഗണിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ ഇതേപോലെ വേദനിക്കുന്ന എന്റെ മക്കളാൽ അവഗണിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. സമൂഹത്തിൽ വൃദ്ധരായ അവശത അനുഭവിക്കുന്ന ആളുകളുടെ നേരെ ഞാൻ മുഖം തിരിച്ചാൽ നാളെ ഞാനും വാർദ്ധക്യത്തിന്റെ അവശതയിലേക്ക് എത്തുമ്പോൾ എന്നെയും ആളുകൾ ഇങ്ങനെ തട്ടിമാറ്റുമെന്നുള്ള കാര്യം ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 54-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ ഞാൻ തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ച വചനം, അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, ദുർബല അവസ്ഥയിൽ നിങ്ങളെ പടച്ചവനാണ് അല്ലാഹു. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അഥവാ നമ്മുടെ ബാല്യകാലത്തിന്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ അർത്ഥത്തിലും ആ കുട്ടിക്കാലം, ശൈശവവും ബാല്യവും ഒക്കെ ദുർബലതയുടെ ഉദാഹരണങ്ങളാണ്. ഒന്ന് വേദനിച്ചാൽ, ഒന്ന് വിശന്നാൽ, ഒന്ന് ദാഹിച്ചാൽ എല്ലാം മോണ കാട്ടി കരയുവാനും സന്തോഷമുണ്ടാകുമ്പോൾ ആ മോണ കാട്ടി ചിരിക്കുവാനുമല്ലാതെ ഒന്നിനും കഴിയാത്ത ആ അവസ്ഥക്ക് ശേഷം ആ ദുർബലതയ്ക്ക് ശേഷം പടച്ചറബ് നിങ്ങൾക്ക് ശക്തി നൽകി. അതാണ് യുവത്വത്തിന്റെ കാലഘട്ടം. അപ്പോൾ ഞാൻ വലിയവനാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നവനാണ് എന്ന് സ്വയം തോന്നുമ്പോൾ മാതാപിതാക്കൾ എന്നല്ല, പഠിപ്പിച്ച ഗുരുനാഥന്മാർ, ഉസ്താദുമാർ എന്നുള്ളതല്ല, എല്ലാ അർത്ഥത്തിലും ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട തലമുതിർന്ന ആളുകളെ എല്ലാവരെയും കളിതമാശകളിലൂടെ കവന്റടിച്ചുകൊണ്ട് വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ആളുകൾ ആലോചിക്കണം. ആ യുവത്വത്തിന്റെ ശേഷം ഇനി ഒരു വാർദ്ധക്യവും അതേപോലെ തന്നെ ദൗർബല്യവും നിങ്ങൾക്ക് വരാനുണ്ട് എന്നാണ്. കുട്ടിത്തത്തിന്റെ ആ പ്രായത്തിൽ അങ്ങേയറ്റം ദുർബലരാണ് നമ്മൾ ഓരോരുത്തരും.
വഅദ്മിൽ ഖുവ്വതി വൽ ഖുദ്റ, ഒരു ശക്തിയും ശേഷിയുമില്ലാത്ത അവസ്ഥ. ثم ما زال الله يزيد في قوته شيئا فشيئا, പിന്നീട് അള്ളാഹു പടിപടിയായി നമുക്ക് ശക്തിക്ക് മേൽ ശക്തി നൽകി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആ അവസ്ഥയിലെത്തി. ഹത്താ ബലഗ സിന്ന ശബാബ്, യുവത്വത്തിന്റെ ആ പ്രായത്തിലെത്തുമ്പോൾ വസ്തവത് ഖുവ്വതുഹു വകമുലത് ഖുവാഹു, ഓരോരുത്തരുടെയും ശക്തിയും പ്രാപ്തിയും ഒക്കെ ഒന്ന് നേരെ ചൊവ്വയാകുമ്പോൾ അല്ലാഹിറ വൽ ബാത്തിന, ബാഹ്യവും ആന്തരികവുമായ രീതിയിൽ മാനസികവും ശാരീരികവുമായ ഒരു മിടുക്കും പക്വതയും പാകതയും ഒക്കെ വരുമ്പോൾ മനുഷ്യൻ നിലമറന്നു പോകരുത് എന്നാണ് സൂചിപ്പിച്ചത്. എന്നാൽ അതിനുശേഷം സുമ്മൻ തഖല മിൻ ഹാദ തൗരി വറജഅ ഇല അൽളഅഫി വശൈബ വൽ ഹറം, ദൗർബല്യത്തിന്റെ വാർദ്ധക്യത്തിന്റെ ദുർബലതയിലേക്ക് ആ യുവത്വത്തിന്റെ ആരോഗ്യത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് അവർ തിരിച്ചു പോകും. മതപരമായൊരു ബാധ്യതയും മര്യാദയും കൂടിയാണ് ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ശേഷിയില്ലാത്ത ആളുകളെ പരിഗണിക്കുക എന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാൻ വേണ്ടി ജാഅ ശൈഖുൻ യുരീദു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദൂരെ നിന്ന് പ്രായമായ ഒരാൾ, ഒരു വൃദ്ധൻ കടന്നു വരികയാണ്. അപ്പോൾ ഫഅബ്തഅൽ ഖൗമു അൻഹു, ആ പ്രായം ചെന്ന ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാനും അതേപോലെ കാര്യങ്ങൾ സംസാരിക്കുവാനും ഒക്കെ ആളുകൾ ഒന്ന് സഹകരിച്ചാൽ മാത്രം സാധിക്കുന്ന ആ അവശത അനുഭവിക്കുന്ന ആളുകളെ തൊട്ട് കൂടി നിന്ന ആളുകൾ മൈൻഡ് ചെയ്തില്ല, അയാളെ ഒന്ന് അവഗണിച്ചു. അയാളുടെ വിഷയത്തിൽ അവർ മോശമായൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അബ്തഅ എന്ന് പറഞ്ഞാൽ ഒന്ന് സാവകാശം കാണിച്ചു. അയാൾക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന നൽകാതെ വന്നു. അൻ യുവസ്സിഉ ലഹു, അയാൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്യാൻ അവരൊന്ന് അമാന്തം കാണിച്ചു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. നമ്മളൊരു പക്ഷേ പലപ്പോഴായി കേട്ടിട്ടുള്ള ആ ഹദീസിന്റെ സാഹചര്യം അതാണ്. ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ, നമ്മിൽ പെട്ടവനല്ല, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലും പ്രവാചകന്റെ അധ്യാപനങ്ങളും സ്വീകരിച്ചവരല്ല ആര്? മൻ ലം യർഹം സഗീറനാ, നമ്മളുടെ കൂട്ടത്തിലെ ചെറിയവരോട് കരുണ കാണിക്കാത്തവർ. മാതാപിതാക്കൾ ക്രൂരതയുടെ മുഖങ്ങളായി മാറിയിട്ടുണ്ടെങ്കിൽ മക്കൾ സ്വാഭാവികമായും അങ്ങനെയാകും എന്നുള്ളൊരു പാഠം കൂടി നമ്മൾ അതിലൂടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യുവഖിർ കബീറന, നമ്മുടെ കൂട്ടത്തിലെ പ്രായം ചെന്ന ആളുകളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും മനസ്സില്ലാത്ത ആളുകൾ നമ്മുടെ മതത്തിന്റെ ആദർശത്തിന്റെ പാതയിലല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പടച്ചറബിന്റെ നിയമമാണത് എന്നുള്ളത് കൊണ്ട് പടച്ചറബിനോടുള്ള ആദരവിന്റെ ഭാഗമാണ് എന്ത്? അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കുക എന്നത്. അള്ളാഹു നമ്മളോട് ആദരിക്കുവാൻ പറഞ്ഞവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക, പരിഗണിക്കുക എന്നത് പടച്ചറബിനോടുള്ള ആദരവിന്റെ ഭാഗമാണ്. ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിം വഹാമിലിൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഇക്റാമ ദിശ്ശൈബത്തിൽ മുസ്ലിം. സത്യവിശ്വാസിയായ വാർദ്ധക്യത്തിന്റെ അവശതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഒരു വൃദ്ധനുണ്ടെങ്കിൽ അയാളെ ആദരിക്കുക എന്നത്, വഹാമിലിൽ ഖുർആൻ, ഖുർആൻ പഠിച്ച ആളുകളെ ആദരിക്കുക എന്നത് കണ്ടോ, അതിനോട് ചേർത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വ ഇക്റാമി ദിസ്സുൽത്താനിൽ മുഖ്സിത്, നീതിപൂർവം ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ റെസ്പെക്ട് കൊടുക്കുമെങ്കിൽ അതുപോലെയാണ് ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ, ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരെ, അതേപോലെ നിങ്ങളുടെ കൂട്ടത്തിലെ പ്രായം ചെന്നവരെ ആദരിക്കുക എന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് പടച്ചറബിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണിതൊക്കെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് അവരെ ആദരിക്കുവാൻ സാധിക്കുക? അവശത അനുഭവിക്കുന്ന വിശേഷിച്ച് മുതിർന്ന ആളുകളെ അവർക്ക് വേണ്ടുന്ന ഒരു പരിഗണന കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് നമ്മൾ ആരും സാമ്പത്തികമായി സഹായിക്കണമെന്നില്ല. പ്രത്യേകിച്ച് മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെക്കാൾ സമ്പത്ത് കയ്യിൽ വന്നാൽ മാതാപിതാക്കൾക്ക് അവർക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കാരണം വീട്ടിലെ ചെലവുകളൊക്കെ മക്കൾ അങ്ങനെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ ആ മാതാവും പിതാവും ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന ഒരു ആദരവുണ്ട്, റെസ്പെക്ട് ഉണ്ട്. അതേപോലെ പ്രായം ചെന്ന ആളുകളെ അവർക്ക് ചില മുൻഗണനകൾ നൽകുവാൻ പല കാര്യങ്ങളിലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട് മതപരമായി തന്നെ. ഇതൊക്കെ വലിയ മനഃശാസ്ത്രത്തിന്റെ മേഖലകളാണ് എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മതത്തിന്റെ ദീനിന്റെ ഭാഗമായി പഠിപ്പിച്ചു തരികയാണ്. നമസ്കാരത്തിൽ ഇമാമ് നിൽക്കാൻ ജമാഅത്തായി ഒരേ സഫിൽ നിൽക്കുമ്പോൾ ആര് നിൽക്കണം? ആദ്യം ഇമാമായി തന്നെ നിൽക്കാൻ. കൂട്ടത്തിൽ അറിവുള്ളവർ രണ്ടുപേരും ഖുർആൻ പഠിച്ച ആളുകളാണ്, എല്ലാവർക്കും ഖുർആൻ അറിയുന്ന ആളുകളാണ് എങ്കിൽ പിന്നെ അവർക്കുള്ളൊരു പ്രിഫറൻസ്, ഒരു മുൻഗണന നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ പ്രായം ചെന്നവർ, അവർക്കാണ് അവിടെ ആദരവ്, അവർക്കാണ് അവിടെ സ്ഥാനമുള്ളത്. അതേപോലെ തന്നെ സഫ് നിൽക്കുമ്പോൾ ഇമാമിന്റെ തൊട്ടടുത്ത സഫിൽ കുട്ടികളല്ല കയറി നിൽക്കേണ്ടത്, ചെറുപ്പക്കാരല്ല, അവരെക്കാൾ മുതിർന്നവരുണ്ടെങ്കിൽ പ്രായം ചെന്ന ആളുകളെ ആദരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രത്യേകം പരിഗണന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വിഷയത്തിലും അവരെ ഒന്ന് പരിഗണിക്കുവാൻ, അവർക്ക് വേണ്ടുന്ന സ്ഥാനമാനങ്ങൾ വകവെച്ചു കൊടുക്കുവാൻ, അവരോട് സംസാരിക്കുമ്പോൾ മാന്യമാകാൻ, വല്ലതും ആളുകൾക്കിടയിൽ നമ്മൾ വിതരണം ചെയ്യുമ്പോൾ അവരെ കൊണ്ട് തുടങ്ങാൻ, അവർക്ക് ആദ്യം കൊടുക്കാൻ ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നതാണ്. നല്ല പെരുമാറ്റം, മാന്യമായ സംസാരം എല്ലാം. ഒരിക്കൽ ഖദിമ വഫ്ദു ജുഹൈന അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പല ഡെലിഗേറ്റ്സുകളും നിയുക്ത സംഘങ്ങളും കടന്നു വരാറുണ്ട്. അങ്ങനെ ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കടന്നു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി കൂട്ടത്തിലുള്ള പ്രായം കുറഞ്ഞ ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഫഖാമ ഗുലാമുൻ ലിയതകല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅൈനൽ കബീർ, സംസാരിക്കാൻ വരട്ടെ, നിങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്നവരെവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകം ഒരു പരിഗണനയും ആദരവും നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി എന്നത് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന്, എന്തെങ്കിലും ഒന്നിന് തുടക്കം കുറിക്കാൻ നേരത്ത് ആളുകളോട് പറയും, സ്വഹാബികളോട് പറയും, കബ്ബിർ കബ്ബിർ ഐ ഖദ്ദിം അൽ കബീറ ഫിസ്സിൻ, പ്രായത്തിൽ ചെന്ന ആളുകളെ ഒന്ന് മുന്തിക്ക്, അവർക്കൊരു ഫസ്റ്റ് പ്രിഫറൻസ്, ഒരു മുൻഗണന കൊടുക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. അവരെ പരിഗണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം പോലും ചുരുക്കാറുണ്ട്. കൂടെ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന് നമസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന, അതേപോലെ രോഗികളായ ആളുകൾ, യാത്രക്കാരായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം പരിഗണിക്കാൻ ഇബാദത്തുകളുടെ വിഷയത്തിൽ വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇദാ സ്വല്ലാ അഹദുക്കും ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക്, ആളുകൾക്ക് ഇമാമായി നമസ്കരിക്കുകയാണെങ്കിൽ ഫൽ യുഖഫിഫ്, നമസ്കാരം ഒന്ന് ലഘുവാക്കണം, ചുരുക്കണം. ഏതായാലും ഒറ്റയ്ക്ക് നമ്മൾ നമസ്കരിക്കുകയാണെങ്കിലോ, ഫർളായ നമസ്കാരങ്ങളാകട്ടെ, സുന്നത്തായ നമസ്കാരങ്ങളാകട്ടെ, പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങളാകട്ടെ, നമുക്ക് ഇഷ്ടമുള്ള അത്ര ഓതി, ഇഷ്ടമുള്ള അത്ര റുക്കൂഉം സുജൂദും ഒക്കെ ദീർഘിപ്പിച്ച്, നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശാലമായി ദീർഘിച്ച് നമസ്കരിക്കാം. എന്നാൽ ആളുകൾക്ക് പൊതുവായി ഇമാമ് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫഇന്ന മിൻഹുമുൽ ലഈഫ്, ആ കൂട്ടത്തിൽ ദുർബലരായ ആളുകൾ ഉണ്ടായിരിക്കും. നാളെ മുതൽ പള്ളിയിലേക്ക് ഇല്ല എന്നല്ല അവർ തീരുമാനിക്കേണ്ടത്. ആ പള്ളിയിലേക്ക് വരുവാനുള്ള അവരുടെ താല്പര്യവും മനസ്സും പരിഗണിച്ചുകൊണ്ട് അവരെ നമ്മൾ പരിഗണിക്കണം. ഇമാമായി നിൽക്കുന്നവർ, വസ്സഖീം, ആ കൂട്ടത്തിൽ രോഗികളായ ആളുകൾ ഉണ്ടാകും, വൽ കബീർ, പ്രായം ചെന്ന ആളുകൾ ഉണ്ടാകും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമുമാരോട് നിർദ്ദേശിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതേപോലെ സലാം പറയുമ്പോൾ യുസല്ലിം അസ്സഗീറു അലൽ കബീർ, ചെറിയവർ വലിയവരോട് സലാം പറയണം. അതൊക്കെ അവർക്കുള്ള ഒരു ആദരവാണ്. അതേപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ബന്ധുക്കളായ ആളുകളാകണമെന്നില്ല, മാതാപിതാക്കൾ തന്നെയാകണമെന്നില്ല, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ ഉമ്മത്തിലെ, നമ്മുടെ പരിചയത്തിലും ബന്ധത്തിലുമൊക്കെയുള്ള പ്രായം ചെന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ അവരുടെ വിശേഷങ്ങൾ അറിയുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലുമൊക്കെ പടച്ചറബിനോട് ദുആയിൽ അവരെ ഉൾപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് സാധിച്ചാൽ അവരുമായിട്ടുള്ള നല്ല ബന്ധം എന്ന് മാത്രമല്ല, പടച്ചറബ് നമ്മെ പരിഗണിക്കാനുള്ള, പരലോകത്ത് നമുക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ, അല്ല ദുനിയാവിൽ തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒഴുകിയെത്തുവാനുള്ള തൗഫീക്കുകളായിട്ടാണ്, നിമിത്തങ്ങളായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പരിചയത്തിലും ബന്ധത്തിലും കൂട്ടത്തിലും ഒക്കെയുള്ള പ്രായം ചെന്ന ആളുകളെ
പ്രത്യേകം പരിഗണിക്കുവാൻ, അവരുടെ ചെയ്തികളിലും പെരുമാറ്റങ്ങളിലും സംസാരങ്ങളിലുമൊക്കെ ചിലപ്പോൾ ചില പരുഷത നമുക്ക് അനുഭവപ്പെട്ടാലും അതൊന്ന് വിട്ടുവീഴ്ച ചെയ്യുവാനും അവരെ മാന്യമായി സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല, പടച്ച റബ്ബ് നമ്മെ വെറുക്കാതിരിക്കാൻ. പ്രായത്തിന്റെ അവശതകൾ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മളും അവഗണിക്കപ്പെട്ടു പോകുന്ന, മാനസികമായി വേദനിക്കുന്ന ഒരു നാളെ നമുക്ക് വരാതിരിക്കാൻ കരുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും ഇസ്ലാം പഠിപ്പിച്ച മാന്യമായ സ്വഭാവങ്ങളും മര്യാദകളും സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് നൽകി ആദരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കുവാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രായം ചെന്ന മാതാപിതാക്കൾക്കും അതേപോലെ പൊതുവിൽ എല്ലാവർക്കുമുള്ള പരാതികളാണ് കുട്ടികളെ സംബന്ധിച്ച്. അവർ അനുസരിക്കുന്നില്ല, അവർ നമ്മെ വകവെക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളും പറയുന്ന സാഹചര്യങ്ങൾ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആ കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇടപെടാനും സംസാരിക്കുവാനും ഒക്കെ സാധിക്കുന്ന സാഹചര്യത്തിൽ അവരെ അടക്കി ഭരിക്കുന്ന ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ് നമ്മൾ പെരുമാറുന്നതെങ്കിൽ സ്വാഭാവികമായും അതിന്റെ ഒരു തിരിച്ചടി ഈ ദുനിയാവിൽ തന്നെ ഉണ്ടാകും. കൊടുത്തതേ കിട്ടൂ, വിധിച്ചതേ കൊയ്യൂ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ അർത്ഥത്തിലാണ്. അതൊരു സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതമായ മാതൃകകൾ നമ്മൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മക്കളോട്, പേരക്കുട്ടികളോട് മാത്രമല്ല, ഈ പറഞ്ഞ രീതിയിൽ ചെറിയ കുട്ടികളെ ആദരിക്കുവാൻ, അവരോട് കരുണ കാണിക്കാനൊക്കെ, അവരുമായി കളിതമാശകളിൽ ഏർപ്പെടാൻ, അവരോട് സംസാരിക്കാൻ, അവരെ വാരിയെടുത്ത് കൊഞ്ചിക്കുവാൻ, ചുംബിക്കുവാനൊക്കെ കാരുണ്യത്തിന്റെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാത്രം ജോലി തിരക്കുകൾ ഉണ്ടാകും പ്രവാചകന്. ഒരു ഭരണാധികാരിയാണ്, സമൂഹത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നേതാവും നായകനുമാണ്. എന്നാലും പേരക്കുട്ടികളോടൊപ്പം മുട്ടുകുത്തി നടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ പ്രവാചക തിരുമേനി മക്കളെ വാരിയെടുത്ത് ചുംബിക്കാറുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണമെങ്കിൽ ഉപരിയിലുള്ള പടച്ചറബ് നിങ്ങളോട് കരുണ ചൊരിയും എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം. കരുണ ചെയ്യാത്തവരോട് കരുണ ചെയ്യപ്പെടുമെന്ന് കരുതേണ്ടതില്ല. മക്കളിൽ നിന്നാകട്ടെ മറ്റുള്ളവരിൽ നിന്നാകട്ടെ തിരിച്ചു കിട്ടാൻ യാതൊരു വകുപ്പുമില്ല, അർഹതയില്ല, പടച്ചറബും തരികയില്ല എന്നാണ് അതിന്റെ മറ്റൊരു വിശദീകരണം. അതുകൊണ്ട് പരാതികളും പരിഭവങ്ങളും നിവർത്തുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചെയ്യേണ്ട ബാധ്യതകളും കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും ലാളനയും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? അതിൽ നമ്മൾ പിശുക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായ തിരിച്ചടിയാണ്. തൊണ്ട പുഴുത്താൽ വിഴുങ്ങുകയേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആരോടും പരിഭവം പറയാൻ നിൽക്കേണ്ടതില്ല. പക്ഷേ നമുക്ക് പറയാം, പടച്ച റബ്ബിനോട് പറയാം നമ്മുടെ എല്ലാ പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളും. അള്ളാഹു നമുക്കതിന് ഒരു പോംവഴി ഉണ്ടാക്കി തരും എന്നല്ലാതെ നമുക്കതിനുള്ള അവകാശമില്ല എന്നുള്ള കുറ്റബോധത്തോടു കൂടിയായിരിക്കണം ആ ഒരു തിരുത്തലിന് നമ്മൾ തയ്യാറാകേണ്ടത്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന മഹാഭാഗ്യവാന്മാരുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളോട് അതേപോലെ മുതിർന്നവരോട് മാന്യമായി പെരുമാറാൻ, പടച്ചറബിന്റെ സ്നേഹവും കാരുണ്യവും അതുവഴി പിടിച്ചുപറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കീഴിലുള്ള മക്കളോട്, അവശത അനുഭവിക്കുന്ന ആളുകളോടൊക്കെ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, കരുതലോടുകൂടി ഇടപഴകുവാനുള്ള ഒരു
ഹൃദയ വിശാലത നമുക്കെല്ലാവർക്കും നൽകി പടച്ചറബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവശത അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. കൂട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടെന്ന ഫലസ്തീനിലെ നമ്മുടെ കൊച്ചുമക്കൾ, ആദർശ സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കൾക്കെതിരിൽ അള്ളാഹു അവർക്ക് വിജയവും രക്ഷയും നൽകി അവരെ സഹായിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.